അഞ്ചൽ ചന്തയിൽ അനധികൃതമായി മാലിന്യം സംസ്കരിക്കുകയും ഹരിതകർമ്മസേന വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞ ദിവസം അഞ്ചൽ ചന്തയിൽ വൻ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മാർക്കറ്റ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അഞ്ചൽ ചന്തമുക്കിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം എ സക്കീർ ഹുസൈൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 2013 എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കി. പിന്നീട് ഭരണസമിതി ഈ അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യം സംഭരണ കേന്ദ്രമാക്കി പ്ലാസ്റ്റിക് ഷെഡിൽ യൂണിറ്റ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് അവർ ഉണക്കി അവിടെ മിഷ്യൻ വെച്ച് അത് പൊളിച്ച് ചിപ്സുകളാക്കി കച്ചവടം നടത്തുന്ന ഒരു വ്യാപാര കേന്ദ്രമായി അവിടെ വെച്ചു. ഹരിതകർമ്മസേനയുടെ ആളുകൾ വീടുകളിൽ പോയി, കമ്പോളങ്ങളിൽ പോയി, കടകളിൽ പോയി കിട്ടുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ എല്ലാ സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് അഞ്ചൽ ചന്തയിലേക്ക് ഡംപ് ചെയ്യുകയാണ്. നിങ്ങൾ മാർക്കറ്റിനകത്തേക്ക് കയറി നോക്കുക. ആഴ്ചയിൽ ബുധനും ശനിയുമായി 2 ദിവസങ്ങളിലാണ് അഞ്ചലിൽ ചന്ത നടക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാതെ കച്ചവടം നിർത്തിവെച്ചാണ് ചന്ത ദിവസമായ ഇന്ന് പ്രതിഷേധം നടത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അഞ്ചൽ ചന്തയിൽ ചന്ത ദിവസം എത്തുന്നത്. അഞ്ചൽ മാർക്കറ്റിൽ മാലിന്യം കയറ്റില്ലെന്നും ഇനി മാലിന്യം കൊണ്ടുവന്നാൽ വാഹനങ്ങൾ തടയുമെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണെന്നും നേതാക്കന്മാരും വ്യാപാരികളും പറഞ്ഞു. സ്ഥലം സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് കൊല്ലം DCC പ്രസിഡന്റ് പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും മനുഷ്യരാണ്. ആദ്യമായി നമുക്ക് മനുഷ്യർക്കൊന്ന് ജീവിക്കണം. ഈ അഞ്ചൽ ചന്തയുടെ പ്രദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച, ഇപ്പുറത്തെ മനോഹരമായ റോഡാണ്, ബസ് സ്റ്റാൻഡാണ്. പക്ഷെ അപ്പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച കണ്ടില്ലേ? അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കുന്നത് എനിക്കറിയില്ല, ആരാണ് പ്രസിഡന്റ് എന്ന് എനിക്കറിയില്ല. ഞാൻ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കോൺഗ്രസ് അഞ്ചൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഏറം സന്തോഷ്, നേതാക്കളായ ഏരൂർ സുഭാഷ്, അഗസ്തിക്കോട് രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് സജീവൻ, അഖിൽ രാധാകൃഷ്ണൻ, വലിയവിള വേണു, വ്യാപാരികളായ അൻസാരി, ഷാജി, ഷാജഹാൻ, വർഗീസ്, ലിജുമോൻ, സജർ, സുലൈമാൻ, ഷാഫി, ജോൺസൺ, ഹരികുമാർ, സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് 1 വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ.